പറഞ്ഞ മറ്റൊരു കാര്യം, ഇന്ത്യക്കാണ് ഏറ്റവും പോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കാനും ഇത്തരം ദുരന്തങ്ങൾ മുന്നോട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം കേന്ദ്രത്തെ അറിയിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം. ഇതിൽ ഈ ഏറ്റവും അടിയുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് ഒക്കറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ്, എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്വർ. അതാണ് ഈ ഏറ്റവും അടിയിലുള്ള ഭാഗം. ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ്. ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളാണ് ഭയങ്കര കേവന്മാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല. ഇന്ന് മന്ത്രിസഭാ യോഗം അത്തരമൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഏതിനെ പറ്റിയ? ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലരിങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ലെങ്കിൽ പ്രളയം വരില്ലായിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട്. ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രമല്ലല്ലോ, പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ബഹിർഗമനം, അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം, ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കടക്കുന്നില്ല. അതൊന്നും പറയാനുള്ള സമയമല്ല ഇത്. അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ.